ഫോണിന് സിഗ്നൽ പോലും ലഭിക്കാത്ത തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നും ഒരു പെൺകുട്ടി കൊറിയയിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും കൊറിയയിലേക്ക് പോയൊരു രാജകുമാരി അവിടെ ഒരു രാജാവിനെ വിവാഹം കഴിച്ച് അവിടുത്തെ റാണിയായി മാറിയ കഥയാണ് ചെറുപ്പത്തിലെ അവളെ കൊറിയയുമായി ഏറെ അടുപ്പിച്ചത്. പിന്നീട് ഡ്രാമകളും പോപ്പുകളും ഒക്കെ കണ്ടും കേട്ടും വളർന്ന അവൾ തന്റെ ബാക്കിയുള്ള ജീവിതം ഇനി കൊറിയയിലാകണമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ആ ദിനം വന്നെത്തിയതും വീട്ടുകാരിൽ നിന്നും കാമുകനിൽ നിന്നും ചില പ്രശ്നങ്ങൾ നേരിട്ടെങ്കിലും അവൾ കൊറിയയിലേക്ക് എത്തി. കയ്യിൽ അല്പം കാശുണ്ടായതിനാൽ അവൾ ഒരു ഹോട്ടലിൽ തങ്ങുകയും പിറ്റേന്ന് മുതൽ ജോലിക്കായുള്ള അന്വേഷണവും തുടങ്ങി. എന്നാൽ അതിനിടെ ഒരു ദിവസം അവൾ ബാറിൽ കയറി മദ്യപിച്ചിരിക്കുമ്പോൾ പുറത്തുനിന്നൊരുത്തൻ കാമുകിയുമായി വഴക്കിടുന്നത് കണ്ടു. ബില്ല് പോലും പേ ചെയ്യാതെ ഉടനെ തന്നെ അവൾ പുറത്തേക്കിറങ്ങി അവനെ തല്ലുകയും തമിഴിൽ 4 തെറിയും വിളിച്ച് അന്തസ്സോടെ പോലീസ് കസ്റ്റഡിയിലായി. എന്നാൽ ഇതൊക്കെ കണ്ടിരുന്ന ഒരു പയ്യൻ വന്ന് അവളെ ഇറക്കിക്കൊണ്ടു പോവുകയും പിന്നീട് ജോലി തേടാനായി അവളെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ കിടപ്പിലായ ഒരു അമ്മൂമ്മയുടെ കെയർ ടേക്കറായുള്ള ജോലി അവൾക്ക് ലഭിച്ചതും സ്വന്തം വീട്ടിലൊരു പാത്രം പോലും കഴുകി വയ്ക്കാത്തവൾ ഇവിടെ അതൊക്കെ വെടിപ്പായി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവൾ ആ വീടിന്റെ താഴത്തെ നിലയിലുള്ള നേരം മുകളിലെ അമ്മൂമ്മയുടെ റൂമിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അവൾ ഉടനെ തന്നെ ചെന്ന് നോക്കുമ്പോൾ ആ റൂമിൽ അസാധാരണമായി ഒന്നും കണ്ടില്ലെങ്കിലും ഒരു ദിവസം അവൾ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ ചെന്ന് നോക്കിയപ്പോൾ കിടപ്പിലായ അമ്മൂമ്മ നല്ല തൂണ് പോലെ നിന്ന് മുട്ടായി തിന്നുന്ന കാഴ്ച കണ്ടു. വീട്ടുജോലികളിൽ നിന്നും രക്ഷപ്പെടാൻ ആ അമ്മൂമ്മ കളിച്ചൊരു നാടകമായിരുന്നു കിടപ്പിലായതുപോലെ അഭിനയിക്കുക എന്നത്. എന്നാൽ അത് അവൾക്ക് മനസ്സിലായെങ്കിലും തന്റെ ആകെയുള്ള ജോലി നഷ്ടപ്പെടാതിരിക്കാൻ അവളും ആ കള്ളത്തരത്തിന് കൂട്ടുനിന്നു. പിന്നീട് അവരുടെ മകനും ഭാര്യയും ജോലിക്ക് പോകുന്ന നേരം ഇവരും പുറത്തേക്ക് കറങ്ങാനിറങ്ങുകയും അവർ തിരിച്ച് വീട്ടിലെത്തും മുന്നേ ഇവരും തിരിച്ച് വീട്ടിലെത്താനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ അവൾക്കും ആ അമ്മൂമ്മയ്ക്കും നന്നായി പാചകം വശമുള്ളതിനാൽ സ്വന്തമായൊരു ഹോട്ടൽ തുടങ്ങിയാലോ എന്ന് അവർ ആലോചിച്ചു. ഒട്ടും വൈകിക്കാതെ അവർ രണ്ടുപേരും അവളുടെ കുറച്ച് ഫ്രണ്ട്സും ചേർന്ന് ആ ഹോട്ടൽ ആരംഭിക്കുകയും അത് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഇതിനിടെ ഒരു ദിവസം അമ്മൂമ്മയുടെ മകൻ ആ കാര്യം അറിഞ്ഞതും ഇത്രയും നാളും തന്നെ പൊട്ടനാക്കിയ അമ്മയോട് അവൻ കയർത്തു സംസാരിച്ചു. ആ സംസാരത്തിനൊടുവിൽ അമ്മൂമ്മ ബോധം കെട്ട് വീണതും അവരെ ഉടനെ ഹോസ്പിറ്റലിലാക്കി. ആ ഒരു സമയം തന്റെ നാട്ടിലായിരുന്ന അവൾ വീട്ടുകാരുമായുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് തന്റെ ഉൾഗ്രാമത്തിലേക്ക് എത്തിയ കൊറിയൻ ഫ്രണ്ട്സിന് നല്ലൊരു സ്വീകരണവും നൽകി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊറിയയിലേക്ക് തിരിച്ചെത്തിയ അവളെ കാത്തിരുന്നത് ആ അമ്മൂമ്മയുടെ മരണവാർത്തയായിരുന്നു. അതവളെ ഏറെ തളർത്തിയെങ്കിലും അവർ ഒന്നിച്ചു വളർത്തിയെടുത്ത ആ ഹോട്ടൽ അവൾ വീണ്ടും പുനരാരംഭിക്കുകയും തന്റെ സ്വപ്ന നഗരമായ സിയോളിൽ തന്നെ പിന്നീട് ജീവിക്കുകയും ചെയ്തു.